ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വയം കുഴിച്ച കുഴിയിൽ വീണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. 1999 മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കട്ടെ എന്നും PS പ്രശാന്ത് വ്യക്തമാക്കി. ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ തന്നെ സത്യം തെളിയുമെന്നും ഇക്കാര്യം കോടതിയെ അറിയിക്കുമെന്നുമാണ് ദേവസ്വം പ്രസിഡന്റ് പറയുന്നത്. ഞാൻ പറയുന്നത് ഇതൊക്കെ ഇപ്പോഴാണല്ലോ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാം പുറത്തു വരുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആണല്ലോ വലിയ ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കിയത്. ഇപ്പോൾ അദ്ദേഹം സ്വയം പ്രതിക്കൂട്ടിലാവുന്ന സാഹചര്യമല്ല ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണല്ലോ ഇതൊക്കെ പുറത്തു വരുന്നത്. ഞങ്ങൾ ഈ പുള്ളിയെ തുടക്കം മുതൽ തന്നെ മാറ്റി നിർത്തിയിരുന്നതാണ്. പിന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നെ നമ്മുടെ ചെന്നൈയിലെ അതൊരു വലിയ ആധികാരികമായ സ്ഥാപനമാണ്. അവരുടെ ഒരു വാറണ്ടിയെ വിശ്വസിച്ചാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോയത്. അല്ലാതെ ഞങ്ങൾ ഈ കാര്യത്തിൽ യാതൊരു വീഴ്ചയും വരുത്തിയിട്ടില്ല. കൃത്യമായ പ്രൊസീജിയർ പാലിച്ച് ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ സുരക്ഷിത വാഹനത്തിലാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് യാതൊരു കാര്യവും ഒളിക്കാനോ മറയ്ക്കാനോ ഇല്ല. ഇതിൽ കൃത്യമായ അന്വേഷണം വേണം. ഇത്തരം അവതാരങ്ങളെ സംബന്ധിച്ച് അത് 99 മുതൽ ഇപ്പോൾ സത്യത്തിൽ ഈ ഇത്തരം അവതാരങ്ങൾ പണ്ട് ഉണ്ടായിരുന്നതിൻ്റെ 10 പോലും ഇപ്പോൾ ഇല്ല. അപ്പം ഞാൻ പറയുന്നത് 1999 മുതൽ വരട്ടെ. ങ്ങളുമായി വീണ ചേരുന്നുണ്ട്. വീണ, ഈ പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി വിവാദ പുരുഷനായിക്കോട്ടെ, പക്ഷേ അവിടെ ദേവസ്വം പ്രസിഡന്റിന്റെ ഒരു വാക്കുണ്ട്. അതായത് ഞങ്ങൾക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വം ഒന്നുമില്ല. അങ്ങനെ ഉത്തരവാദിത്വത്തിൽ നിന്ന് തടിയൂരാൻ ഈ ദേവസ്വം പ്രസിഡന്റിനൊക്കെ സാധിക്കുമോ വീണ? ദേവസ്വം പ്രസിഡന്റിന് ഇത്തരം ന്യായവാദങ്ങൾ തിരുത്തുമ്പോൾ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല. ശബരിമലയിലെ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പൂർണ്ണ ഉത്തരവാദിത്വമുള്ളത് ദേവസ്വം ബോർഡിന് തന്നെയാണ്. അവർ തന്നെയാണ് അധികം തീരുമാനമെടുക്കേണ്ടത്. അതായത് ഒരു ഭക്തൻ ശബരിമലയിൽ ഇത്തരത്തിലുള്ളൊരു കാണിക്ക സമർപ്പിക്കുന്നു, അതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷയും നടപടികളും ഒക്കെ കൃത്യമായി അത് നിരീക്ഷിച്ചു പോകേണ്ടതും അത് അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും ദേവസ്വം ബോർഡാണ്. ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന് വീഴ്ച പറ്റി എന്നുള്ളത് തുടക്കം മുതലേ വാസ്തവമാണ്. അത്തരത്തിലുള്ള വിമർശനം ഉണ്ടായതുമാണ്. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എല്ലാ കാര്യങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മേൽ വഴി പറയുവാനുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിൽ കുഴിയിൽ ചാടിയത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണം. കൃത്യമായി പറയുകയാണെങ്കിൽ ദേവസ്വം ബോർഡിന് ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊന്നും അറിയില്ല. ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് പിഴയൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പ്രസിഡന്റ് അടക്കം പറയുന്നത്. അത്തരത്തിലുള്ള വാക്കുകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ നമ്മൾ തൊട്ടു മുമ്പ് കേട്ട പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കൃത്യമായി പരിശോധിക്കേണ്ടതും നടപടി സ്വീകരിക്കേണ്ടതും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇടപെടൽ നടത്തേണ്ടതും ഒക്കെ ദേവസ്വം ബോർഡാണ്. എന്നാൽ ഈ പോറ്റിയുടെ ഭാഗത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്താണ് പിഴയുണ്ടായത്. അദ്ദേഹമാണ് ഇത്തരത്തിലുള്ള കുഴിയിൽ ചാടി എന്നുള്ള വാദമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം ഇപ്പോൾ ഉന്നയിക്കുന്നത്. കോടതി പ്രവൃത്തി ദിവസം അടുത്തത് ഏതാണോ ആ ഒരു ദിവസം ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിഷയത്തിൽ സ്വർണ്ണപ്പാളി വിഷയത്തിൽ കൃത്യമായ അന്വേഷണം എന്നുള്ള ആവശ്യവും ദേവസ്വം ബോർഡ് ഉന്നയിക്കുമെന്നാണ് പറയുന്നത്. സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ഇതുമായി ബന്ധപ്പെട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 1999 മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കട്ടെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന് പറയുമ്പോഴും ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ സത്യം തെളിയുമെന്ന് പറയുമ്പോഴും ഇത്രയും സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ 2019 മുതൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായി 2025 വന്ന് നിൽക്കുമ്പോൾ ദേവസ്വം ബോർഡിന് അനാസ്ഥ ഉണ്ടായ സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പഴിചാരി അതിൽ നിന്ന് തലയൂരാനുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് തന്നെയാണ് ഇന്ന് രാവിലെ നടന്ന ഈ ഒരു പ്രതികരണത്തിലടക്കം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടുതൽ തട്ടിപ്പ് ഇനിയും വെളിയിൽ വരാനുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ പറയുമ്പോൾ ദേവസ്വം ബോർഡിന് ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അറിവുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ട ഒരു ഘട്ടം വരുന്നുണ്ട്. രാഖി, കൃത്യമായി നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുഴിയിൽ വീണു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടെന്നും പറയുന്നുണ്ട്. വാസ്തവത്തിൽ ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന് അറിവുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ് ഈ നടപടി ഇപ്പോൾ വൈകുന്നത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളടക്കം വീണ്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. അത് മാത്രമല്ല ഈ വിഷയങ്ങളിൽ തട്ടിപ്പ് വിവരങ്ങൾ പുറത്തു വരാനുണ്ടെന്ന് ദേവസ്വം പ്രസിഡന്റ് അടക്കം മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുമ്പോൾ അതിലുള്ള സത്യങ്ങൾ തെളിയിക്കുവാനും അതിലുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുവാനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടി തയ്യാറാകണം. അതിന് തയ്യാറായി മുന്നോട്ട് വരേണ്ട സാഹചര്യം കൂടിയുണ്ട്. എത്തരത്തിലുള്ള തട്ടിപ്പാണ്, ഇത്തരത്തിൽ അറിവുണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ള ചോദ്യങ്ങളും ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. തീർച്ചയായും വീണ സൂചിപ്പിച്ചതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു തട്ടിപ്പുകാരനാണ് എന്ന് ദേവസ്വം പ്രസിഡന്റിന്റെ ബോധ്യമുണ്ടെങ്കിൽ അതിൽ കൃത്യമായ ഒരു നടപടി ഇതിനു മുൻപേ ഉണ്ടാകേണ്ടതായിരുന്നില്ലേ എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വയം കുഴിച്ച കുഴിയാണ് എങ്കിൽ ആ കുഴിയിലേക്ക് ഇപ്പോൾ ദേവസ്വം വീണിട്ടുണ്ട് എന്നുള്ള കാര്യവും നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കുന്നതല്ല.